ദുനിയാവിന്റെ വിഷയത്തിൽ നല്ല കാര്യത്തിൽ അവരുമായി സഹവസിക്കണം. പൊന്നുമോനെ, മുശ്രിക്കാണെങ്കിൽ പോലും മാതാപിതാക്കളോട് സഹകരിക്കണം, അവരോട് സഹകരിക്കണം, അവർക്ക് നന്മ ചെയ്യണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്റെ പൊന്നുമക്കളെ അറിയണം, ഈ വിഷയത്തിന്റെ ഗൗരവം അറിയണം, അറിഞ്ഞേ മതിയാകൂ. എന്റെ പൊന്നുമക്കളെ, നിങ്ങൾക്കറിയില്ലേ, റഹ്മാനായ റബ്ബ് പരിശുദ്ധ ഖുർആനിലൂടെ പിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ നടത്തേണ്ട ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയിലെ ഒന്നാമത്തെ വാചകത്തിന്റെ പൊരുൾ നിങ്ങൾ അറിഞ്ഞാൽ, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പൊന്നുമോനെ, നീ പറയണം, റബ്ബിർഹംഹുമാ, അവർക്ക് രണ്ടുപേർക്കും, മാതാപിതാക്കൾക്ക് നാഥാ നീ കരുണ ചെയ്യണമേ. എങ്ങനെ? കമാ റബ്ബയാനി സഗീറ. ഓ, അല്ലാഹു തആലാന്റെ പ്രയോഗം കണ്ടോ, കമാ റബ്ബയാനി സഗീറ. ആലോചിച്ച് നോക്ക് എന്റെ സഹോദര, എന്താണ് അതിന്റെ അർത്ഥം? കമാ റബ്ബയാനി സഗീറ, ചെറുപ്പത്തിൽ അവർ എന്നെ വളർത്തുമ്പോൾ എന്നോട് കരുണ ചെയ്തതുപോലെ നീ അവർക്ക് കരുണ ചെയ്യണമേ. ആലോചിച്ചു നോക്ക്, റബ്ബിന്റെ റഹ്മത്ത്, റബ്ബിന്റെ കരുണ, ആ കരുണയെ റബ്ബ് തന്നെ തുലനപ്പെടുത്തി. എന്തിനോട്? മാതാപിതാക്കളുടെ കരുണയോട്. റബ്ബിർഹംഹുമാ, ഏതുപോലെ കരുണ? കമാ റബ്ബയാനി സഗീറാ. അതിലടങ്ങിയ അർത്ഥം, അതിന്റെ ആശയം സഹോദരന്മാരെ നമുക്ക് മനസ്സിലായോ? വളരെ ഗൗരവമുള്ളതാണ്, വളരെ ഗൗരവം. എന്റെ പൊന്നുമോനെ, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിനക്കെങ്ങാണ്ട് വല്ല രോഗം വന്നാൽ എന്റെ എല്ലാം ഒഴിവാക്കി ഞാൻ നിന്നെ ചികിത്സിക്കും, അല്ലേ? എത്രയെത്ര പിതാക്കളാണ്, എത്രയെത്ര പിതാക്കളാണ്. നിങ്ങളറിയില്ലേ, മക്കളെ ചികിത്സിച്ചതിന്റെ പേരിൽ കിടക്കപ്പാടം വിൽക്കേണ്ടി വന്ന എത്ര പിതാക്കളുണ്ട്, ഇല്ലേ? മക്കളെ ചികിത്സിക്കാൻ കിടക്കാനുള്ള സ്ഥലം വിറ്റവർ, ജോലി ഒഴിവാക്കിയവർ. ജോലി പോട്ടെ, എന്നാലും എന്റെ പൊന്നാണ്, എന്റെ മകനാണ് എനിക്ക് വലുത്, എന്റെ മകളാണ് എനിക്ക് വലുത്, അവന്റെ രോഗം മാറണം, അതിന് ഞാൻ എന്തു ചെയ്യും? എത്രയെത്ര സ്ഥലത്ത് ഭിക്ഷയാചിച്ച് നടന്ന പിതാക്കളുണ്ട്. എന്തിനാ? മക്കളെ ചികിത്സിക്കാൻ. ഇതുവരെ ആരുടെ മുമ്പിലും കൈ നീട്ടിയിട്ടില്ല, പക്ഷേ നീട്ടുകയാണ്. എന്തിനു വേണ്ടി? മോനെ, നിനക്ക് വേണ്ടി കൈ നീട്ടി, അല്ലേ? പക്ഷേ എന്താ ആധുനിക സമൂഹത്തിലെ മക്കളുടെ കഥ? പിതാക്കൾക്ക് രോഗം വന്നാൽ, മൂപ്പരൊന്നും മരിച്ചു കിട്ടിയെങ്കിൽ എനിക്കൊന്ന് വിശ്രമിക്കായിരുന്നു എന്ന് കരുതുന്ന മക്കൾ വളർന്നു വരുന്നില്ലേ? ഞാൻ പറയുന്നു, ഓരോന്നിനും എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ചിത്രമുണ്ടേ. ഞാനൊന്നും വെറുതെ പറയല്ല, ഇതൊക്കെ പറയുമ്പോൾ ഓരോന്നിനും എൻ്റെ മുമ്പിൽ നല്ല മക്കളുടെ ഒരു ചിത്രമുണ്ട്. പിതാവിന് രോഗം വന്നാൽ, ഒന്ന് താങ്ങിപ്പിടിക്കേണ്ടി വന്നാൽ, ആ പിതാവെങ്ങാനും പ്രായമായ സമയത്ത്, എന്റെ പൊന്നുമോനെ, എനിക്കെങ്ങാനും രോഗം വന്ന് എന്റെ കിടക്കയിൽ നിന്ന്, എന്റെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു സന്ദർഭം വന്ന്, എന്റെ രണ്ട് കൈയും കാലും തളർന്നു പോയിരിക്കുന്നു, എഴുന്നേൽക്കാൻ വയ്യ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ എന്റെ സ്വന്തം കൈ കൊണ്ട് കഴിക്കാൻ വയ്യ, എന്റെ വിസർജ്യ വസ്തുക്കൾ ഞാൻ അറിയാതെ പോകുന്നു, എനിക്കത് ശുദ്ധീകരിക്കാൻ കഴിയുന്നില്ല. എന്റെ പൊന്നുമക്കളെ, ഈ സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്? എന്റെ ഉപ്പ ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എനിക്ക് വിശ്രമിക്കാമായിരുന്നു എന്ന് കരുതുമോ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്രയെത്ര ഉറക്കമാണ് ഞാൻ നിനക്ക് വേണ്ടി ഒഴിച്ചത് എന്റെ പൊന്നുമോനെ. എത്രയെത്ര സൗകര്യങ്ങളാണ് ഞാൻ നിനക്ക് വേണ്ടി വെടിഞ്ഞത്. എത്രയെത്ര സമൃദ്ധികളാണ് ഞാൻ ഉപേക്ഷിച്ചത്. എന്തൊക്കെ സുഖങ്ങളും സൗകര്യങ്ങളുമാണ് എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ വെട്ടിമാറ്റിയത് നിനക്ക് വേണ്ടി. എന്റെ പൊന്നുമോനെ, എന്റെ പൊന്നുമോളെ, നിനക്ക് വേണ്ടി. പക്ഷേ എനിക്കൊരു പ്രയാസകരമായ അവസ്ഥ വന്നാൽ, പക്ഷേ മക്കളെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾ ഞങ്ങളെ ഒഴിവാക്കുമെന്നതല്ല ഞങ്ങളുടെ ഭയം. ഏതെങ്കിലും ഒരു കിടക്കപ്പായയിൽ നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിക്കുമെന്നതല്ല ഭയം. ഏതെങ്കിലും ഒരു ചർച്ച് നടത്തുന്ന ഓൾഡ് ഏജ് ഹോമിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോയി ഇടുമെന്നതല്ല ഭയം. മറിച്ച് നിങ്ങൾക്കറിയാമോ, സ്നേഹത്തിന്റെ ശക്തി കൊണ്ട് പറയട്ടെ, മാതൃസ്നേഹത്തിന്റെയും പിതൃസ്നേഹത്തിന്റെയും ശക്തി കൊണ്ട് പറയട്ടെ, ഞങ്ങൾ ഭയപ്പെടുന്നത് അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വരുമോ എന്ന് മാത്രമാണ്.
നിങ്ങൾ ഈ ചെയ്താൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വരുമോ എന്നാണ്. മുഹമ്മദ് മുസ്തഫ തങ്ങൾ നടത്തിയ ഒരു ശക്തമായ പ്രവചനമുണ്ട്. ആ പ്രവചനമെങ്ങാനും നിങ്ങളുടെ ജീവിതത്തിൽ പുലർന്നു പോകുമോ എന്നാണ് ഭയം. ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞില്ലേ, മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജില അല്ലാഹുൽ ഇഖാബ മിൻ ഉഖൂഖിൽ വാലിദൈൻ. മാതാപിതാക്കളോട് ചെയ്യുന്ന ദ്രോഹത്തെക്കാൾ പടച്ച റബ്ബ് എത്രയും പെട്ടെന്ന് ശിക്ഷ നൽകുന്ന മറ്റൊരു തെറ്റുമില്ല. മാതാപിതാക്കളോട് ദ്രോഹം ചെയ്യുന്നതിനേക്കാൾ ആ ദ്രോഹത്തിന് കിട്ടുന്ന ശിക്ഷ പെട്ടെന്ന് കിട്ടും. മറ്റൊക്കെ പഠിച്ചവനിങ്ങനെ കുറച്ചിങ്ങനെ നീട്ടിവെക്കും, എത്ര വരെ പോകുന്നു നോക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ മറ്റത് ഉടനെ